വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ മിന്നും വിജയമാണ് അർജന്റീന സ്വന്തമാക്കിയത്. ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയയെ 3 ഗോളുകൾക്ക് തോൽപ്പിച്ച അർജന്റീന വേൾഡ് കപ്പിലെ ആദ്യ മത്സരം തന്നെ ഗംഭീരമാക്കിക്കൊണ്ട് എതിരാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതിനേക്കാളും വലിയ മുന്നറിയിപ്പ് ലിയോ മെസ്സിയുടേതായിരുന്നു. തൻ്റെ 39-ാം വയസ്സിൽ ഹാട്രിക്കുമായി കളന്നിറഞ്ഞ ലിയണൽ മെസ്സി ഫുട്ബോൾ ലോകത്തെ വേൾഡ് കപ്പിലെ പല ചരിത്ര റെക്കോർഡുകളും തിരുത്തി എഴുതുകയും ചെയ്തു. ഇന്നലത്തെ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ചായി മെസ്സി അല്ലാതെ മറ്റാരെയും തിരഞ്ഞെടുക്കാൻ ഉണ്ടായിരുന്നില്ല. കാരണം അത്രമേൽ മിന്നും പ്രകടനമാണ് ലിയോ നടത്തിയത്. 10-ൽ 10 റേറ്റിംഗ് നേടിയ ലിയണൽ മെസ്സി ഫുട്ബോൾ ലോകത്തിൻ്റെ കയ്യടിയും പ്രശംസയും വാനോളം നേടി. ഇതിനെല്ലാം പുറമെ അർജന്റീന ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം കൂടി ഇന്നലത്തെ മത്സരത്തിൽ സംഭവിച്ചു. സാധാരണ ലിയണൽ മെസ്സിയുടെ പൊസിഷൻ സെൻട്രൽ ഫോർവേഡ് ആണെങ്കിൽ പോലും അർജന്റീൻ മധ്യനിരയിലും മുന്നേറ്റ നിരയിലും ഒരുപോലെ വർക്ക് ചെയ്യും ലിയോ മെസ്സി. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. മധ്യനിരയിൽ നിന്നും പന്തെടുത്ത് സപ്ലൈ ചെയ്യാൻ മെസ്സി കഴിഞ്ഞേ മറ്റൊരു താരവുമുള്ളൂ. എന്നാൽ ഇന്നലെ അതിലും പുറമെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ലിയണൽ മെസ്സി അർജന്റീനയുടെ പ്രതിരോധ നിരയിലും മികച്ച പ്രകടനമാണ് നടത്തിയത്. അതായത് റൈറ്റ് സൈഡിലുള്ള പല ഡിഫൻസീവ് ആക്ടിവിറ്റികളിലും ലിയണൽ മെസ്സിയെ നമ്മൾ കണ്ടു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ മധ്യനിരയിൽ നിന്നും ലിയോയുടെ അടുത്ത് നിന്ന് പന്ത് നഷ്ടമാകുന്നുണ്ട്. ഉടൻ തന്നെ ആ പന്ത് ലിയോ മെസ്സി തന്നെ അർജന്റീനയുടെ പ്രതിരോധത്തിൽ വന്ന് റിക്കവർ ചെയ്യുന്ന ലിയോ മെസ്സിയെയും ഇന്നലെ നമ്മൾ കണ്ടു. സാധാരണ മെസ്സിയിൽ നിന്ന് കാണാത്ത കാര്യം. ഡിഫൻസിൽ ലിയണൽ മെസ്സി വീക്കാണെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇന്നലെ ഡിഫൻസിലും മെസ്സി ആക്റ്റീവായിരുന്നു. എതിർ ടീമിന്റെ കാലുകളിൽ പന്ത് ലഭിക്കുമ്പോൾ ഹൈ പ്രസ്സിംഗ് എന്ന സ്കലോണിയുടെ തന്ത്രത്തിൽ സാധാരണ മെസ്സി ആ പ്രസ്സിങ്ങിൽ അത്ര ഇൻവോൾവ് ആവാറില്ല. മെസ്സിയുടെ കളിശൈലിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടത് മറ്റൊന്നാണ്. എതിരാളികളിലേക്ക് ചാർജ് ചെയ്തെടുക്കുന്ന ലിയണൽ മെസ്സിയെ കണ്ടു. മെസ്സിയുടെ ഹൈ പ്രസ്സിങ്ങിനിടെ പിറന്നതാണ് ഇന്നലെ വിവാദം സൃഷ്ടിച്ച ആ ഫൗള് പോലും. അയാളുടെ അവസാനാട്ടത്തിൽ അയാൾ സർവ്വതും നൽകുകയാണ്. ഈ 39-കാരനെ നിങ്ങൾ ഭയന്നേ തീരൂ. വേൾഡ് കപ്പിലെ ഇനിയുള്ള മത്സരങ്ങൾ അതിന് സാക്ഷിയാകും. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ.